ശ്രീ സായിനാഥന് നമസ്കാരം. അധ്യായം 14. രത്തൻജി വാടിയ നണ്ടയിൽ നിന്ന് ദക്ഷിണ മീമാംസ. കഴിഞ്ഞ അധ്യായത്തിൽ എങ്ങനെ ബാബയുടെ വാർത്തകളും അനുഗ്രഹങ്ങളും കൊണ്ട് മാറ്റാൻ കഴിയാത്ത സൂക്കേടുകളെ മാറ്റിയെന്ന് വിവരിച്ചു. ഇപ്പോൾ ബാബ രത്തൻജി വാടിയെ അനുഗ്രഹിച്ചു അദ്ദേഹത്തിന് എങ്ങനെ ഒരു കുഞ്ഞുണ്ടായി എന്ന വിവരം താഴെ കൊടുക്കുന്നു. ഈ സന്യാസിമാരുടെ ജീവിതം വളരെ മധുരമായതാണ്. അദ്ദേഹത്തിന്റെ പല പ്രവൃത്തികളും ഭക്ഷിക്കുന്നതും സ്വാഭാവികമായി പറയുന്നതും എല്ലാം മധുരമായതാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പരമസുഖ അവതാരമാണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സായിബാബ തന്റെ ഭക്തന്മാർക്ക് പരമസുഖം നൽകിയിരിക്കുന്നു. ബാബ അവർക്ക് പല ജോലികളും കഥകളും പറഞ്ഞിരുന്നു. ഒടുവിൽ അവയെല്ലാം സത്യമായ മതത്തിലേക്ക് നയിച്ചിരുന്നു. ഒരു പക്ഷേ സായിയുടെ ആഗ്രഹം എല്ലാ ജനങ്ങളും സന്തോഷമായി ജീവിക്കണമെന്നതായിരിക്കാം. പക്ഷെ അവർ എപ്പോഴും അവരുടെ കാര്യസിദ്ധിക്കായി ജാഗ്രതയായിരിക്കണം. ആത്മബോധത്തോടു കൂടി നമുക്ക് മനുഷ്യജന്മം കഴിഞ്ഞ ജന്മങ്ങളിലെ പുണ്യം കൊണ്ട് ലഭിച്ചതാണ്. അതുകൊണ്ട് നാം ഈ സാഗരത്തിൽ നിന്ന് വിമോചനം കിട്ടാനായി അതിയായ ഭക്തിയോടുകൂടി പ്രവർത്തിക്കണം. നമ്മൾ എപ്പോഴും ശ്രദ്ധാലുക്കളായിരിക്കണം, മടിയന്മാരാവരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നിറവേറ്റുകയുള്ളൂ. നിങ്ങൾ ബാബയുടെ ലീലകളെ ദിനംതോറും കേട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ബാബയെ കാണാൻ സാധിക്കും. രാത്രിയും പകലും ബാബയെ ഓർമ്മിക്കുക. ഇങ്ങനെ സായിയിൽ ലയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്ഥിതി ചലനമില്ലാതാവുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മനസ്സൊടുവിൽ ഒന്നു ചേർന്ന് ശുദ്ധമായ അന്ധകരണത്തിലെത്തും. തീർച്ച. നണ്ടേഡിയിലെ രത്തൻജി. നമുക്കിപ്പോൾ ഈ അധ്യായത്തിലെ മുഖ്യ കഥയിലേക്ക് ചെല്ലാം. നിസാം സ്റ്റേറ്റിലെ നണ്ടേഡിൽ ഒരു പാഴ്സി മിൽ വ്യവസായിയും കരാറുകാരനുമായി ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രത്തൻജി ഷാപ്പേർജി പല്ലേൻജി വാടിയ എന്നതായിരുന്നു. അദ്ദേഹം വളരെ ധനം ശേഖരിച്ചിരുന്നു. അതിനാൽ ധാരാളം നിലങ്ങളും വയലുകളും വാങ്ങിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് കന്നുകാലികൾ, കുതിരകൾ, വണ്ടികൾ മുതലായവയുണ്ടായിരുന്നു. പുറത്തു നോക്കുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായും തൃപ്തിയുള്ളവനായും കാണപ്പെട്ടു. പക്ഷെ ഉള്ളിൽ അങ്ങനെയല്ലായിരുന്നു. ദൈവേച്ഛ അങ്ങനെയാണല്ലോ. ഈ ലോകത്തിൽ ആരും മുഴുവനും സന്തോഷഭരിതരായിരിക്കില്ല. അതിനാൽ രത്തൻജിയും അതിൽ ഉൾപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ ധാരാളിയും ദാനം ചെയ്യുവാൻ മനസ്സുള്ളവനുമായിരുന്നു. ഭക്ഷണം, തുണി എന്നിവ ദരിദ്രർക്ക് കൊടുത്ത് അവരെ സഹായിച്ചിരുന്നു. അദ്ദേഹം സന്തോഷത്തിലും നല്ല സുഖത്തിലുമാണെന്ന് മനുഷ്യർ വിശ്വസിച്ചിരുന്നു. പക്ഷേ രത്തൻജി തനിക്കൊരു കുഞ്ഞില്ലാത്തതിനാൽ തന്റെ ജീവിതം ശൂന്യമായതായി കരുതി. ഭക്തി, ശ്രദ്ധയോ രാഗമോ താളമോ ഇല്ലാത്ത ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുന്ന പോലെയും പൂണോലില്ലാത്ത ബ്രാഹ്മണനെ പോലെയും കല അറിഞ്ഞിരുന്നിട്ടും ബുദ്ധിയില്ലാതെ പണിയെടുക്കുന്നവനായും പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനം ചെയ്യുന്ന പോലെയും കൊത്തുപണിയില്ലാത്ത നെക്ലസ്, കുഞ്ഞുങ്ങളില്ലാത്ത വീട്ടുടമസ്ഥ എന്നിവരെ പോലെയുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. രത്തൻജി ഇത് മനസ്സിൽ എപ്പോഴും പെറുപെറുത്തുകൊണ്ടിരുന്നു. ദൈവം ഒരിക്കലും എനിക്കൊരു പുത്രനെ തന്ന് അനുഗ്രഹിക്കില്ലേ? ഇത് കാരണം എപ്പോഴും അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ഇരിക്കുകയും ഭക്ഷണം ശരിക്ക് കഴിക്കാതെയുമെല്ലാം ഇരുന്നു. രാത്രി പകലായി അദ്ദേഹം തനിക്കൊരു കുഞ്ഞുണ്ടാകുമോ എന്നുള്ള വിചാരത്താൽ ചിന്താകുലനായിരുന്നു. ദസ്കനു മഹാരാജാവിൽ അദ്ദേഹത്തിന് അതിയായ മര്യാദയുണ്ടായിരുന്നു. അതുകൊണ്ട് രത്തൻജി തന്റെ മനക്ലേശത്തെ ദസ്കനുവിനോട് തുറന്നു പറഞ്ഞു. അതിന് മറുപടിയായി ദസ്കനു പറഞ്ഞു, നിങ്ങൾ ബാബയെ ഷിർദിയിൽ കണ്ട് സാഷ്ടാംഗമായി നമസ്കരിച്ച് ബാബയുടെ അനുഗ്രഹം സമ്പാദിക്കുക. എന്നിട്ടൊരു കുട്ടിക്കായി പ്രാർത്ഥിക്കുവാൻ. ഈ ആലോചന രത്തൻജിക്ക് ഇഷ്ടമായി. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഷിർദിക്ക് പോയി ബാബയെ കണ്ടു. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. പിന്നെ ഒരു കൂട തുറന്ന് അതിൽ നിന്നും ഭംഗിയുള്ള ഒരു മാലയെടുത്ത് ഭഗവാന്റെ കഴുത്തിന് ചുറ്റുമിട്ടു. കൂടയിലിരുന്ന പഴങ്ങളെ ബാബയ്ക്ക് കൊടുത്തു. എത്രയും വിനയത്തോടുകൂടി ബാബയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു. എത്രയോ ആളുകൾ തങ്ങളുടെ കഷ്ടസ്ഥിതിയിൽ അങ്ങയുടെ സമീപം വരുന്നു. അങ്ങ് അവർക്ക് ഉടനടി നിവാരണ മാർഗം കാണിക്കുന്നു. അത് കേട്ട് ഞാനിവിടെ വന്ന് അങ്ങയുടെ കാൽക്കൽ വീണു. എന്നെ നിരാശനാക്കരുത്. എന്നെ നിരാശനാക്കരുത്. സായിബാബ അദ്ദേഹത്തോട് 5 രൂപ ദക്ഷിണയായി ചോദിച്ചു. രത്തൻജി അത് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, രൂപ 314 അണ കിട്ടിക്കഴിഞ്ഞു. അത് കാരണം ബാക്കി മാത്രമേ കൊടുക്കാനുള്ളൂ എന്ന് ആജ്ഞാപിച്ചു. ഇത് കേട്ട് രത്തൻജി പരിഭ്രമത്തിലായി. അദ്ദേഹത്തിന് ബാബ എന്താണ് പറഞ്ഞതെന്ന് ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് രത്തൻജിയുടെ ആദ്യത്തെ വരവെന്നും ആയതിനാൽ ബാബ ഇങ്ങനെ ആദ്യം രൂപ 314 കിട്ടി എന്ന് പറഞ്ഞത്. ഇത് കേട്ട് രത്തൻജി പരിഭ്രമത്തിലായി. അദ്ദേഹത്തിന് ബാബ എന്താണ് പറഞ്ഞതെന്നും ശരിയായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത്
രത്തൻജിയുടെ ആദ്യത്തെ വരവെന്നും ആയതിനാൽ ബാബ ഇങ്ങനെ ആദ്യം രൂപ 314 കിട്ടിയെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എങ്കിലും ബാബ ചോദിച്ച ബാക്കി പണം കൊടുത്ത് തന്റെ കാര്യങ്ങൾ മുഴുവനും ബാബയോട് പറഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ആശീർവദിച്ച് തനിക്കൊരു മകനെ തരണമെന്ന് ആവശ്യപ്പെട്ടു. ബാബ മനസ്സലിഞ്ഞു. ഇനി പരിഭ്രമിക്കുകയോ മനസ്സിൽ ക്ലേശിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ കഷ്ടകാലങ്ങൾ തീർന്നുവെന്ന് പറഞ്ഞു. പിന്നെ കയ്യിൽ വിഭൂതി കൊടുത്ത് തലയിൽ കൈവച്ച് ബാബ രത്തൻജിയെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അങ്ങയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും. ബാബയോട് വിടവാങ്ങി രത്തൻജി നണ്ടയിലേക്ക് തിരിച്ചു. ദസ്കനുവിനോട് എല്ലാ വർത്തമാനങ്ങളും ഷിർദിയിൽ നടന്നത് വിശദമായി പറഞ്ഞു. അദ്ദേഹം ബാബയുടെ പ്രസാദത്തോടു കൂടിയ ദർശനങ്ങൾ, ആശീർവാദങ്ങൾ എന്നിങ്ങനെ എല്ലാം ഭംഗിയായി നടന്നു. പക്ഷെ ഒന്നും മാത്രം എന്താണെന്ന് അറിഞ്ഞില്ല. അതായത് ബാബ 3 രൂപ 14 മുമ്പൊരിക്കൽ തന്നുവെന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ബാബയുടെ ആ ചെല്ല് എന്താണെന്ന് വിശദീകരിക്കുവാൻ സാധിക്കുമോ? ഞാൻ ഷിർദിക്ക് ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ ബാബയുടെ ആ ചെല്ല് എന്താണെന്ന് വിശദീകരിക്കുവാൻ സാധിക്കുമോ? ഞാൻ ഷിർദിക്ക് ഇതുവരെ പോയിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ ആ തുക ബാബ പറഞ്ഞ പ്രകാരം കൊടുത്തിരിക്കാൻ കഴിയും? ദസ്കനുവിന് അതൊരു പുതിയ കാര്യമായി തോന്നി. കുറെ നേരം അതിനെപ്പറ്റി ചിന്തിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഓർമ്മയിൽ വന്നു. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുഹമ്മദീയ ഭിക്ഷു മൗലി സാഹിബിനെ രത്തൻജി വീട്ടിലേക്ക് വിളിച്ച് ഉപചരിച്ചു. ഈ മൗലി സാഹിബ് നണ്ടയിൽ ഒരു പ്രമുഖ സന്യാസിയും ഒരു പോട്ടറുമായിരുന്നു. ഈ മൗലി സാഹിബ് നണ്ടയിൽ ഒരു പ്രമുഖ സന്യാസിയും ഒരു പോട്ടറുമായി പണിയെടുത്തിരുന്നു. രത്തൻജി ഷിർദിക്ക് പോവാൻ തീർച്ചയാക്കിയപ്പോൾ ഈ മൗലി സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. രത്തൻജിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നതിനാൽ ഒരു ചെറിയ സൽക്കാരം വീട്ടിൽ നടത്തി. ദസ്കനുവിന് രത്തൻജിയിൽ നിന്ന് ചെലവഴിച്ച വിവരപ്പട്ടിക കിട്ടിയിരുന്നു. അതിനാൽ രൂപ 314 ചെലവഴിഞ്ഞതുകൊണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. ഒന്നു മേലെയുമില്ല താഴെയുമില്ല. എല്ലാവർക്കും ബാബ ഒരു സർവജ്ഞാനനാണെന്നറിയാം. ഷിർദിയിൽ ബാബ വസിച്ചിരുന്നാലും വളരെ ദൂരത്തിരുന്നാൽ കൂടി പുറത്തെന്ത് നടന്നാലും അത് അറിഞ്ഞിരുന്നു. വാസ്തവത്തിൽ ബാബയ്ക്ക് കഴിഞ്ഞത്, നടക്കുന്നത്, നടക്കാൻ പോകുന്നത് എല്ലാം കാണുവാൻ കഴിയുമായിരുന്നു.